അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ മകനിലേക്ക് ഉപദേശിക്കുന്ന കൂട്ടത്തിലെ വളരെ പ്രധാനമേറിയ ഒരു ഉപദേശം തൻ്റെ മോനെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു: യാ ബുനയ്യ മാ നദിംതു അലസുംതി ഖത്തു. ഞാൻ എൻ്റെ ജീവിതം വെച്ച് പറയാണ്, എൻ്റെ അനുഭവം വെച്ച് പറയാണ്, ഞാൻ മുണ്ടാതിരുന്നതിൻ്റെ പേരിൽ, ഞാൻ സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഞാൻ എവിടെയും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. വല്ലാത്തൊരു വാക്കാണ്. അതായത് ഞാൻ ഇന്നുവരെ എവിടെയെങ്കിലും ഖേദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിച്ചതിൻ്റെ പേരിലാണ്. ഒരാളും സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരികയില്ല എന്ന് വലിയൊരു ആശയം ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിലേക്ക് വരുന്ന പല മുസീബത്തുകൾ, പല ബലാഅകൾ, പല ബുദ്ധിമുട്ടുകൾ, പല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ സംസാരത്തിനിക്ക് അത് വേണ്ടതുപോലെയുള്ള ഒരു നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏത് സമയത്ത് എന്ത് സംസാരിക്കണമെന്നും വളരെ ചിന്തയോടുകൂടെ സംസാരിച്ചില്ലെങ്കിൽ സംസാരിച്ചതിൻ്റെ പേരിൽ നാം ഖേദിക്കേണ്ടി വരും. അതേ സമയത്ത് സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഒരിക്കലും പോലും നമ്മൾ ഖേദിക്കേണ്ടി വരികയില്ല. ഞാൻ ഇന്നുവരെ ഞാൻ സംസാരിക്കാത്തതിൻ്റെ പേരിൽ ഖേദിച്ചിട്ടില്ല മോനെ എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നിട്ട് പറയുന്നു: വഇന്നൽ കലാമ മിൻ ഫില്ലത്തിൻ കാന സുകൂതു മിൻ ദഹബിൻ. സംസാരം എന്നുള്ളത് അത് വെള്ളിയാണെങ്കിൽ സംസാരിക്കാതിരിക്കുക, സുക്കൂത്തുണ്ടല്ലോ, അത് സ്വർണമാണ്. അത്രമാത്രം മൂല്യം സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുന്നതിനിക്ക് വലിയ മഹത്വമുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നാം നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മുടെ നാക്ക് ചലിക്കുകയാണ്. ആരെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണമെന്നൊന്നും നമുക്കറിയില്ല. എന്തെല്ലാം സംസാരിച്ചു പോകുന്നു. അതോടുകൂടെ നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ വില തന്നെ നാം നഷ്ടപ്പെടുത്തുന്നു. ചില സംസാരത്തിൻ്റെ പേരിൽ നാം ആഖിറത്തിലും അല്ലാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അതേ, വളരെ ഗൗരവത്തോടു കൂടെ അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ സംസാരം, നമ്മുടെ നാക്ക് എന്നുള്ളത്. അത് വേണ്ടതുപോലെ നാം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, അത് വേണ്ടതുപോലെ നാം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് ഇത് വേണ്ടതാണോ, ഇതിവിടെ സംസാരിക്കേണ്ടതാണോ, ഇത്രയൊക്കെ നാം സംസാരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി സംസാരിച്ചാലേ അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തം കിട്ടും. ഇല്ലെങ്കിൽ ആ സംസാരിച്ചതിൻ്റെ പേരിൽ നാം ഖേദിക്കേണ്ടി വരും. എത്രയോ ചരിത്രങ്ങൾ, എത്രയോ ഹദീസുകൾ, എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേവലം നാക്കുകൊണ്ട്, കേവലം അവരുടെ സംസാരം കൊണ്ട് അവരെ നരകത്തിലേക്ക് ആ സംസാരം എത്തിച്ചിട്ടുണ്ട്. ഖുർആൻ നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല, നോമ്പില്ലാത്തത് കൊണ്ടല്ല, മറ്റുള്ള അമലുകൾ ഇബാദത്തുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അതൊക്കെയും അവർക്ക് ധാരാളമുണ്ടായിരുന്നു. എന്നിട്ടും അവരെ വേണ്ടതുപോലെ അവരുടെ നാക്കിനെ അവർ സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ, അല്ലാഹു പൊരുത്തപ്പെട്ടത് റൂട്ടിൽ അതിനെ കൊണ്ടുപോവാത്തതിൻ്റെ പേരിൽ, ഇത് ഓരോ സംസാരത്തിനിക്ക് റബ്ബിൻ്റെ അടുക്കൽ ചോദ്യമുണ്ടെന്നുള്ള ബോധ്യമില്ലാത്തതിൻ്റെ പേരിൽ അതാ അവരുടെ സംസാരം അവരെ നരകത്തിലേക്ക് എത്തിച്ചതാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ഈ ഉപദേശം എന്തുമാത്രം ഗൗരവമുള്ളതാണ്, എന്തുമാത്രം മൂല്യമുള്ളതാണ്. അതേ, സംസാരിക്കുന്നത് വെള്ളിയാണെങ്കിൽ സംസാരിക്കാതിരിക്കുന്നത് അത് സ്വർണമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കുക. സംസാരിക്കാൻ പറ്റുന്ന, സംസാരിച്ചാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തം കിട്ടും, അല്ലാഹുവിൻ്റെ അടുക്കൽ കുടുങ്ങൂല എന്ന് ബോധ്യമുള്ളവിടത്ത് മാത്രമേ സംസാരിക്കുക. അല്ലാത്തടത്തൊക്കെയും നാം സംസാരിക്കാതിരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മളെക്കുറിച്ച്
അവൻ സംസാരിക്കാത്തവനെന്ന് പലപ്പോൾ അങ്ങനെ കമന്റ് ചെയ്തു എന്ന് വരാം. പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമല്ല, അല്ലാഹുവിൻ്റെ അടുക്കൽ കുടുങ്ങൂലല്ലോ. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നവിടെ മാത്രമേ സംസാരിക്കുക, അല്ലാത്ത സ്ഥലത്ത് സംസാരിക്കാതിരിക്കലാണ് ഖൈറ്. ഗൗരവത്തോടു കൂടെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.